ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. നമുക്ക് എന്താ പറയുക, ഒന്നിനു മേൽ ഒന്നൊന്നും കേട്ടിട്ടില്ല. അപ്പം നമ്മളതിനെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ജീവിതത്തിൽ നമുക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ ആ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതലും നന്നായിട്ട് കരുതലായിട്ടിരിക്കുക. കാരണം എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ തരില്ല, ഇടയ്ക്ക് കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം മോൾക്ക് 2 ആഴ്ചയ്ക്ക് മുകളിലായി പനി പിടിച്ചിട്ട്, പനി വന്ന് പിന്നെ അത് ചുമയായി, പിന്നെ അതൊരു മൂക്കൊലിപ്പായി, പിന്നെ ഇപ്പോൾ അതൊരു ഇയർ ഇൻഫെക്ഷനായി, ചെവിക്ക് വേദന തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് തളരും അല്ലേ. അപ്പം അത് എല്ലാ വീട്ടിലും എനിക്കൊന്ന് സംഭവിക്കുന്നത് ഞാൻ തോന്നുന്നു. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർക്കത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് സത്യം പറയുമെങ്കിൽ ഞാൻ നന്നായി ഈശ്വര വിശ്വാസിയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെന്താണെന്ന് പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് ഈശ്വരന്മാർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കതൊരു തൃപ്തി വരാത്ത പോലെ തോന്നും. അപ്പം നമുക്ക് തോന്നും, അയ്യോ ഇനി അതിന് കുറവ് വന്നിട്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് തോന്നും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തളരരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ ഈശ്വരൻ നമുക്ക് അതിൻ്റെ മറുവശത്ത് ചിലപ്പോൾ ഒരു സന്തോഷത്തിനായിരിക്കും ഒരു ചെറിയ ദുഃഖം തരും. എപ്പോഴും എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ല. കാരണം എപ്പോഴും എല്ലാവർക്കും സന്തോഷം നൽകണമെന്നില്ലല്ലോ. കുറച്ച് ദുഃഖങ്ങളൊക്കെ കാണും. ഇപ്പം ഇത് ബാത്റൂമിൻ്റെ കതവ് കൊണ്ട് മുറിഞ്ഞ കൈയാട്ടോ. ഇപ്പോൾ കുറച്ച് നേരമേ ആയുള്ളൂ ബാത്റൂമിൻ്റെ കതവ് കൊണ്ടിട്ട്. കതവല്ല, നമ്മുടെ സോപ്പൊക്കെ വയ്ക്കുന്ന സ്റ്റാൻഡ് അത് പറയും. അപ്പോൾ ഈ മെറ്റൽ പോലത്തെ അതുണ്ടല്ലോ, സ്റ്റീലിൻ്റെ പോലെ. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ നമ്മളൊന്ന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതൊക്കെ മുറിയാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഇപ്പം ഒരു സന്ധ്യ സമയത്ത് നമുക്കുണ്ടായി. അപ്പം പെട്ടെന്ന് വിചാരിക്കും, അമ്മേ കുഞ്ഞിന് പനി, എനിക്കിങ്ങനെയൊക്കെ വരുന്നു, നമ്മൾ ചിന്തിക്കത്തില്ലേ പെട്ടെന്ന് എന്താണെന്ന്. പക്ഷേ എങ്കിലും ഞാനത് പോസിറ്റീവായിട്ട് എടുത്തതാ. ഞാനിപ്പം മാതാവിനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഞാൻ കൃപാസന മാതാവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതുപോലെ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരാളാണ് ഞാൻ. പ്രാർത്ഥിക്കും ഞാൻ. അവരെ നമ്മൾ പരീക്ഷിക്കും, നമ്മളെ ഒരുപാട് പരീക്ഷിക്കും. പക്ഷേ ആ പരീക്ഷണങ്ങൾക്കൊടുവിൽ നമുക്കൊരു നല്ല സമയം നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന കൈവിടല്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പരീക്ഷണങ്ങൾ തരും, നമ്മളത് ഏറ്റുവാങ്ങുക. അപ്പം എനിക്കെല്ലാവരോടും ഇത്രേ പറയാനുള്ളൂ. പോസിറ്റീവ്